So today we want to study about some other effects of air pollution, and the first is depletion of ozone, that is holes in ozone layer. So first we want to study what is mean by ozone layer. Ozone layer means there is a layer of ozone. Ozone can be represented by O3. Okay, a layer of ozone present in stratosphere is termed as ozone layer or ozone umbrella. The layer of ozone present in stratospheric region is termed as ozone layer or ozone umbrella, and its concentration is about 10 ppm. ഏകദേശം ഒരു 10 ppm കോൺസെൻട്രേഷനിലാണ് ആ ലെയർ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അറ്റ് അബൌട്ട് 25 to 50 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ എന്ന് പറയാം ഫ്രം ദി എർത്ത് സർഫസ്. ആ ലെയറിനെ പറയുന്ന പേരാണ് ഓസോൺ ലെയർ ഓർ ഓസോൺ അംബ്രല്ല. That is the layer of ozone present in stratosphere with a concentration of 10 ppm and extended with a distance of 25 to 50 km from Earth's surface is termed as ozone layer or ozone umbrella. Now we want to study the method of formation of ozone layer. എങ്ങനെയാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ഈസ് ഫോംഡ് ഫ്രം ഓക്സിജൻ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ധാരാളം ഓക്സിജൻ ഉണ്ട് അല്ലേ. ദെൻ ദിസ് ഓക്സിജൻ വിൽ അബ്സോർബ് UV റേഡിയേഷൻസ്. HNU, സണ്ണിൽ നിന്ന് കിട്ടുന്ന HNU, ദാറ്റ് ഈസ് അബൌട്ട് 242 നാനോമീറ്റർ റേഞ്ചിലുള്ള റേഡിയേഷനെ ഓക്സിജൻ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഡിസോസിയേറ്റഡ് ടു ഗീവ് ഓക്സിജൻ ആറ്റംസ്. ഓസോൺ ഡികമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റമായി മാറും. ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ. ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലേ. സോ വാട്ട് വിൽ ഹാപ്പൻ? ദേ വിൽ റെഡ്ലി കമ്പൈൻ വിത്ത് ഓക്സിജൻ ഫോമിങ് ozone. So this is the formation of ozone in the atmosphere. Stratospheric layerൽ ഓസോൺ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫ്രം ഓക്സിജൻ. ഇങ്ങനെ ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡീകമ്പോസിഷനും നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഫോർമേഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ റിക്വയർ ഡീകമ്പോസിഷൻ ഓൾസോ. So that can be represented as ozone in the presence of a light of wavelength 220 nanometer. It will decompose into O3. decompose ചെയ്ത് എന്താ ഉണ്ടാവുക? O2 plus O. നോക്കൂ, O2 Oയും കമ്പൈൻ ചെയ്തിട്ടല്ലേ O3 ഉണ്ടായേ. അപ്പോൾ O3 decompose ചെയ്താൽ we will get O2 and O. So here we have the highly reactive oxygen atom ഇവിടെ ഉണ്ട് അല്ലേ. സോ അതെന്ത് ചെയ്യും? That oxygen again combine with the ozone to form O2 plus O2. സോ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ HNU അഡ്സോർബ് ചെയ്തിട്ട്, ലൈറ്റിനെ അഡ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഓസോൺ ഉണ്ടായി മാറും. ആ ഓസോൺ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജനിൽ നിന്ന് ഓസോൺ ഉണ്ടാവുന്നു, ഓസോണിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. സോ ദർ ഈസ് ആൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. സോ ആ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അതിൻ്റെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് എബൌട്ട് 10 ppm കോൺസെൻട്രേഷൻ, അത്രയും തിക്നെസ്സിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, സോ ആ ലെയറിനെയാണ് നമ്മൾ പറയുന്നത് ഓസോൺ അംബ്രല്ല ഓർ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഓസോൺ ലെയർ? വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻസ്? ദാറ്റ് വി വാണ്ട് ടു സ്റ്റഡി. ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് പ്രൊട്ടക്ട്സ് എർത്ത് ഫ്രം ഹൈലി റിയാക്റ്റീവ് UV റേഡിയേഷൻസ്. വളരെ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് UV റേഡിയേഷൻസ്. സോ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? ഓസോൺ ലെയർ. ഇറ്റ് പ്രൊട്ടക്ട്സ് എർത്ത് ഫ്രം ഹൈലി ഹാംഫുൾ UV റേഡിയേഷൻ. എങ്ങനെയാണത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓസോൺ എന്ത് ചെയ്യും? UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. UV ഈ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഓസോൺ അത് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്കെ, വീണ്ടും ആ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ UV റേഡിയേഷനെ ഓസോൺ അബ്സോർബ് ചെയ്തത് കൊണ്ട് ആ UV റേഡിയേഷൻ എർത്തിൻ്റെ സർഫസിലേക്ക് എത്തില്ല. അവിടെ വെച്ചിട്ടത് അബ്സോർബ് ചെയ്തിട്ട് അതവിടെ ഡിസ്ട്രോയ് ആവും അല്ലേ. അതാണ് ഫങ്ഷൻ ഓഫ് ഓസോൺ. സോ ഇറ്റ് ഡീകമ്പോസസ് ഇൻ ദ പ്രസൻസ് ഓഫ് UV radiation. So that is so these UV radiations are highly harmful to our
nature and our body that is harmful to our earth. Okay, so that will absorb UV radiation phenomena. അതായത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓസോൺ UVയെ അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ ഡീകമ്പോസിഷൻ നടക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഓസോൺ ലെയർ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഇറ്റ് അബ്സോർബ് harmful UV radiations. Okay, so that protects earth. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റീവ് റേഡിയേഷൻ ഷീൽഡ് എന്ന് കൂടി പറയാറുണ്ട്. പ്രൊട്ടക്റ്റീവ് റേഡിയേഷൻ ഷീൽഡ് എന്നുകൂടി നമ്മൾ ഈ ഓസോൺ ലെയറിനെ പറയാറുണ്ട്. ഓക്കെ, UV ലൈറ്റിൻ്റെ ഏകദേശം ഒരു 220 to 330 നാനോമീറ്റർ റേഞ്ച് വരെയുള്ള UV റേഡിയേഷൻസിനെ നമ്മളുടെ ഓസോൺ അബ്സോർബ് ചെയ്യും. Then another function is it maintains the thermal balance. It maintains the thermal balance. എന്താണ് തെർമൽ ബാലൻസ്? നോക്കൂ, ഇവിടെ UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കും അല്ലേ? ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ആ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് അവിടെ ഒരു കുറച്ച് ഹീറ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കും. സാധാരണ ഹൈറ്റിലേക്ക് പോകുന്തോറും ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞു വരുമെന്ന് പറയും. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുമെന്നൊക്കെ പറഞ്ഞു അല്ലേ? അതിനുള്ള റീസൺ ഇതാണ്. അപ്പോൾ UV റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു. സോ തെർമൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വേറൊരു ഫങ്ഷൻ. Now we are familiar with the ozone layer, that is the layer of ozone present in stratosphere. Okay, അപ്പോൾ നമുക്കറിയാം ഒരു 10 ppm പറഞ്ഞു അല്ലേ? ആ 10 ppm ഓസോൺ ഇങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിൽ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു, ഒരു ലെയറായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇനി ചില സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഇപ്പോൾ ഇത്രയും തിക്നെസ് ആയിരുന്നെങ്കിൽ ചില റീജിയനിൽ അതിങ്ങനെ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാണുന്നു. ഓക്കെ, ആ ഡിക്രീസ് ഇൻ തിക്നെസ്സിനെ പറയുന്ന പേരാണ് ഹോൾസ് ഇൻ ഓസോൺ ലെയർ, ദാറ്റ് ഈസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. അല്ലാതെ ഇങ്ങനെ ഒരു അമ്പറുള്ള അതിൽ കുറേ ഹോള് അങ്ങനെയല്ല ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ആ ലെയറിൽ ചില റീജിയനിൽ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞു വന്ന് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി ഹോൾസ് ഇൻ ഓസോൺ ലെയർ ഓർ depletion of ozone. So how we can define? The decrease in concentration of ozone in the stratospheric layer is termed as holes in ozone layer or depletion of ozone. Then ആര് കാരണമാണ് ഇങ്ങനെ കുറയുന്നത്? The major culprits that is responsible for ozone depletion is chlorofluorocarbons. They are termed as freons എന്ന് പറയും അല്ലേ? ക്ലോറോഫ്ലൂറോകാർബൺസ്. They are usually used in fridges. നമ്മളുടെ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്, എയർ കൂളേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് സ്പ്രേസ് അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ക്ലോറോഫ്ലൂറോകാർബൺസ്. ദീസ് ആൻഡ് ഓൾസോ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. These are the major sources that causes depletion of ozone. So what is ozone depletion? The decrease in concentration of ozone in the stratospheric layer is termed as holes in ozone layer or depletion of ozone layer. And the major sources of ozone depletion are chlorofluorocarbons. They are usually termed as freons, and also oxides of nitrogen. These are they are highly found in refrigerators, highly used in refrigerators and aerosol propellants, then sprays, AC, etc. The decrease in concentration is termed as ozone layer. And first ozone depletion was observed in 1980s, that is over the Antarctica region. They observed a depletion of about more than 30% ozone layer. Depletion of more than 30% is observed in Antarctic region. Okay, and during the 1980s. Okay, 80s. Okay, then that was found to be increased in 1990s. 90s എത്തിയപ്പോഴേക്കും അത് ഇൻക്രീസ് ചെയ്തു. ആ ഓസോൺ ലെയറിൻ്റെ കോൺസെൻട്രേഷൻ്റെ കുറവ്, അതായത് 30% കുറഞ്ഞു. നമ്മൾ പറഞ്ഞു മിനിമം 10 ppm എങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അതിലും കുറയുന്നു. ഓക്കെ, അന്റാർട്ടിക് റീജിയനിലാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. ആൻഡ് ഇൻ 1990s ഇറ്റ് ഇൻക്രീസ്ഡ് ഫർദർ. ദ ഡിപ്ലീഷൻ ഇൻക്രീസ്ഡ് ഫർദർ. അറ്റ് ദ സെയിം ടൈം 1990s തന്നെ ആർട്ടിക് റീജിയനിലും ഇങ്ങനെ ഒരു ഡിപ്ലീഷൻ കണ്ടെത്തി. ദർ 5 to 20%, 5 to 15% ഒക്കെ, 15 to 20%, 50 to 20% ഡിപ്ലീഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ആർട്ടിക് റീജിയൻ.
ഓക്കെ, 1990s ആദ്യമായിട്ട് ആർട്ടിക് റീജിയനിൽ കണ്ടെത്തിയത്. ഇതേ സമയത്ത് തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ്, USA, അവിടെയുള്ള ആ റീജിയൻസിലെല്ലാം ഇങ്ങനെ ഡിപ്ലീഷൻ, ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ കണ്ടെത്തി. അതിനെയാണ് ഹോൾസ് ഇൻ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. അന്റാർട്ടിക്കയിലാണ് ആദ്യം കണ്ടെത്തിയത്, ദെൻ ആർട്ടിക് റീജിയനിൽ കണ്ടെത്തി, ദെൻ ഹൈലി പോപ്പുലേറ്റഡ് യൂറോപ്യൻ ആൻഡ് US regions. Okay, then we want to study how this ozone depletion occurs. What is responsible for this ozone depletions? As we already said, the major culprits that is responsible for ozone depletion are CFCs എന്ന് പറയും, chloro fluoro carbon, CFC, that is they are termed as freons, usually used in refrigerators, aerosols, ACs, sprays, etc. CFCs are the major constituents that is responsible for ozone depletion, and you know they are highly stable, nalla stable ആയവരാണ്. They are highly stable and they are not എന്താ പറയുക, പെട്ടെന്ന് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല. നോൺ ഇൻഫ്ലൈമബിൾ ആണ്, നല്ല സ്റ്റേബിളായ ആൾക്കാരാണ് CFCs. അതെന്ത് ചെയ്യും, മെല്ലെ വിൻഡിൻ്റെ കൂടെ ഡിഫ്യൂസ് ചെയ്യും, സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഡിഫ്യൂസ് ചെയ്തെത്തും. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന AC-യിലും ഉള്ളിലൊക്കെ ഉള്ള ഫ്രയോൺസ് സ്റ്റേബിൾ ആയതുകൊണ്ട് മെല്ലെ വിൻഡിൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ട് സ്ലോലി ദേ വിൽ ഡിഫ്യൂസ് ഇൻ ടു സ്ട്രാറ്റോസ്ഫിയറിലെത്തും, അതായത് അത്രയും 50 കിലോമീറ്ററിലേക്ക് എത്തും. So now we want to study the mechanism, how this depletion occurs, mechanism of ozone depletion. We already said that chlorofluorocarbons, the CFCs, are responsible for ozone depletion, and they are highly stable, non-inflammable, inert, and so they will diffuse into stratosphere. Okay, in the stratosphere they will generate chlorine free radical, Cl dot. നമ്മൾ പഠിച്ചല്ലേ ഫ്രീ റാഡിക്കൽസിനെ ഡോട്ട് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ, they lack of 1 electron, so they will produce chlorine free radicals. അതാണ് ആദ്യം ഉണ്ടാകുന്നത്. In the stratosphere these chlorofluorocarbons produce chlorine free radicals by the action with UV light. UV ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് chlorofluorocarbons will produce chlorine free radicals. ഒരു എക്സാമ്പിളാണ് CF2Cl2, ഡൈക്ലോറോ ഡൈഫ്ലൂറോ ക്ലോറിൻ മീത്തൈൻ, അതാണ് കേട്ടോ CF2Cl2. അത് UV ലൈറ്റിൻ്റെ പ്രസൻസിൽ UV ഇതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ദേ വിൽ സ്പ്ലിറ്റ് ടു ഫോം ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായിരിക്കും, പ്ലസ് ഇതിൽ നിന്നൊരു ക്ലോറിൻ പോയി, അപ്പം നമ്മൾ ബാക്കി എങ്ങനെ എഴുതും, CF2Cl എന്ന് എഴുതും. അതും ഒരു ഫ്രീ റാഡിക്കൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫ്രീ റാഡിക്കൽസ് എങ്ങനെയുണ്ടാവുക, ഹോമോലിറ്റിക് ക്ലീവേജ് ആണ്. അപ്പോൾ 2 ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇതൊരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, ഇത് വേറൊരു ഫ്രീ റാഡിക്കൽ. ഇവിടെ വില്ലനായിട്ടുള്ള ആളാണ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ Cl ഡോട്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ദിസ് Cl ഡോട്ട് വിൽ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് വിത്ത് ഓസോൺ. നമ്മളെ സ്ട്രാറ്റോസ്ഫിയറിൽ ആരുണ്ട്, ഓസോൺ ഉണ്ട്, യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഓസോൺ ഉണ്ട് അല്ലേ, ആ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ദാറ്റ് വിൽ ലീഡ് അനദർ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, ClO ഡോട്ട് എന്നുള്ള ഫ്രീ റാഡിക്കലും ദെൻ ഓക്സിജൻ മോളിക്യൂളും ഫോം ചെയ്യും. ഓക്കെ, ഈ ClO ഡോട്ട് എന്ത് ചെയ്യും, വേറൊരു ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ഓക്സിജൻ ഇവിടെ നോക്കൂ, ഓക്സിജൻ ഇതാക്കിയിട്ട് ഓസോൺ ആറ്റം ഉണ്ടായിരിക്കും, ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ Cl ഡോട്ട് ഓക്സിജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ഒരു Cl ഡോട്ട് ഉണ്ടാവും, പ്ലസ് ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ഈ സ്റ്റെപ്പിൽ തന്നെ 2 Cl ഡോട്ട് ഉണ്ടായിരിക്കും അല്ലേ. So this is the mechanism. First this will react with the UV light forming Cl dot, chlorine free radical. This chlorine free radical combines with oxygen forming another free radical. അത് ഓക്സിജൻ ആറ്റമായി കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നു. അപ്പോൾ നോക്കൂ കുട്ടികളെ,
ഒരു ക്ലോറോഫ്ലോറോ കാർബണിൽ ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായി, അത് ഒരു ഓസോണിനെ ഇല്ലാതാക്കി. അപ്പോൾ ഇല്ലാതാക്കുന്ന പ്രോസസ്സിൽ വീണ്ടും ഒരു പുതിയ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായിരിക്കും, അത് വേറൊരു ഓസോണായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അത് വീണ്ടും ചെയ്യും. അപ്പോൾ നോക്കൂ, ഒരൊറ്റ CFCന്ന് കുറേ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിരിക്കും. ഓരോന്നും വീണ്ടും വീണ്ടും ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നെറ്റ് എഫക്റ്റ് പറയുന്നത് ഓരോ ക്ലോറിൻ ഫ്രീ റാഡിക്കലിനും 1 lakh ഓസോൺ മോളിക്യൂളിനെ ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ചെയിൻ റിയാക്ഷൻ അല്ലേ. ഇയാൾ വീണ്ടും വീണ്ടും വന്ന് ഓസോൺ ആവും, പിന്നെ എങ്ങനെ ഉണ്ടാവും, വീണ്ടും വരും, ഇങ്ങനെ കമ്പൈൻ ചെയ്യും. അപ്പോൾ സോ ദർ ഒക്കേഴ്സ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ. ഒരാൾക്ക് തന്നെ എത്രയോ ആളുകളെ കമ്പൈൻ ചെയ്യിച്ചിട്ട് വീണ്ടും വീണ്ടും ഫ്രീ റാഡിക്കൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. ഒരു ചെയിൻ ആറ്റം ബോംബൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെയിൻ റിയാക്ഷൻ ആണെന്നുള്ളത്. അതുപോലെ ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഓസോൺ മോളിക്യൂളിനെ എങ്ങനെ ഡിപ്ലീറ്റ് ചെയ്യും. സോ നെറ്റ് എഫക്റ്റ് ഈസ് ദാറ്റ് one chlorine radical can destroy up to 1 lakh ഓസോൺ മോളിക്യൂൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രസൻസ് വളരെ കുറവാണെങ്കിൽ പോലും ദാറ്റ് ഈസ് ഹാംഫുൾ ടു അവർ ഓസോൺ ലെയർ. അതാണ് ഓസോൺ ഡിപ്ലീഷൻ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞുതരാം എന്താണ് മെക്കാനിസം. മേജർ കൾപ്രിറ്റ്സ് എന്ന് പറയുന്നത് CFCs ആണ്. അതെന്ത് ചെയ്യും, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ളത് മെല്ലെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലായിരിക്കുമല്ലേ അത് വിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ട് നേരെ സ്ട്രാറ്റോസ്ഫിയറിലെത്തും. സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യും, ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ക്ലോറിൻ ഫ്രീ റാഡിക്കലാണ് ഓസോണിനെ ഡെസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓസോണിൻ്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് ടേംഡ് ആസ് ഓസോൺ ഡിപ്ലീഷൻ ഓർ ഹോൾസ് ഇൻ ഓസോൺ ലെയർ. Okay, that's about the ozone depletion by chlorofluorocarbons. As we already said, there is another agents called oxides of nitrogen. They can be represented as NOx. Oxides of nitrogen are the other agents that are responsible for ozone depletion. And you know, these oxides of nitrogen are produced in the atmosphere by supersonic aircrafts. സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സിൻ്റെ എക്സോസ്റ്റ് ഗ്യാസിൽ കൂടുതൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. ആൾസോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് എന്നൊക്കെ എന്ത് സംഭവിക്കുന്നു, NOx കൂടുതലായിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ NOx ആർ ദ അതർ റിയേജൻസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദി സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ്, ദെയർ എക്സോസ്റ്റ് ഗ്യാസസ് ആൻഡ് ഓൾസോ ഫ്രം ദി ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. Now we want to study how this NOx responsible for the ozone depletion. Okay, NOx, an important class of NOx is N2O, NO. ഇതൊക്കെയാണ് NOx ഫാമിലിയിൽ പെടുന്നത്. ഡൈനൈട്രജൻ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, so this dinitrogen oxide N2O will combine with the oxygen atom forming 2NO എന്ന മോളിക്യൂൾ ഉണ്ടാവും. N2O plus O gives 2NO. നമ്മൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ പോലെ NO ആണ് ഇവിടുത്തെ വില്ലൻ. That NO will combine with the ozone forming NO2 plus O2. നെറ്റ് എഫക്റ്റ് എന്താണ്, ഓസോണിനെ അത് ഓക്സിജനാക്കി മാറ്റി. ഇവിടെയും നമ്മൾ അതന്നെയാണ് പറഞ്ഞത് അല്ലേ, ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഓസോണിനെ ഓക്സിജനാക്കി മാറ്റി. ഇവിടെ NO എന്താക്കി മാറ്റി, ഓക്സിജനാക്കി മാറ്റി വിത്ത് ഫോർമേഷൻ ഓഫ് NO2. ദെൻ നമ്മളിവിടെ പഠിച്ചു ClO ഡോട്ട് പ്ലസ് O ആണ് അല്ലേ. അതേപോലെ തന്നെ NO2 പ്ലസ് O ഗീവ്സ് NO പ്ലസ് O2. വീണ്ടും NO ജനറേറ്റ് ചെയ്തു. ഇവിടെ പറഞ്ഞില്ലേ Cl ഡോട്ട് റീജനറേറ്റ് ചെയ്തു പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന NO വീണ്ടും റീജനറേറ്റ് ചെയ്തു. അപ്പോൾ ഒരു NO തന്നെ കൂടുതൽ ഓസോണിനെ ഡിസ്പ്ലേ, കാരണം ഇതും ഒരു ചെയിൻ റിയാക്ഷനാണ്. മനസ്സിലായില്ലേ? N2O plus O gives 2NO. That NO react with oxygen to form NO2 plus O2. ആ NO2 ഓക്സിജൻ ആറ്റമായി കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും NO റീജനറേറ്റ് ചെയ്യും. അത് വീണ്ടും ഓസോണായിട്ട് കമ്പൈൻ ചെയ്യും. വീണ്ടും NO ഉണ്ടാവും, അത് വീണ്ടും ഓസോണായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ചെയിനായിട്ട്. ആൻഡ് യു നോ the ozone depletion power potential of nitrous oxide is compared to several that of CFCs. കുറേ CFC തരുന്ന ആ ഓസോൺ ഡിപ്ലീഷൻ എഫക്റ്റാണ് ഒരു N2O തരുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് ആര്, N2O.
Okay, so we learn about the depletion of ozone. How is ozone depleted by various means like chlorofluorocarbons and oxides of nitrogen. Now we want to study the impacts of ozone depletion. Ozone depletion നടന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. It have different impacts like a health issue, and it can cause the reduction in agricultural production, and it can destruct the aquatic life, and it can cause some climate changes also. So we can discuss each one by one. First one, the health hazards. What are the health hazards related to ozone depletion? Health hazards. എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക നോക്കാം. ഓക്കെ, ദിസ് ഓസോൺ ലെയർ ദാറ്റ് ഷീൽഡ്സ് ദ ബയോട്ടിക് ലൈഫ് ഓൺ എർത്ത് ഫ്രം harmful UV radiations. It shields the biotic life on earth from harmful UV radiations. Harmful ആയിട്ടുള്ള UV radiationsൽ നിന്ന് എർത്തിലുള്ള ബയോട്ടിക് ലൈഫിനെ ഷീൽഡ് ചെയ്ത് നിർത്തുന്ന ആളാണ് ആര്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എനി ഹോൾസ് in this umbrella, what will happen? The UV radiations will enter into the earth and it will cause destruction of the biotic life. It will cause, that is a serious threat to the biotic life on earth. Okay, so that is the first health hazard. It shields the biotic life from UV radiation, and the presence of holes in the ozone layer can cause entering of UV radiations, harmful UV radiations to earth, and is a serious threat to biological life. And the different threats are, important thing is ultraviolet B rays. കുറേ റേസ് ഉണ്ട്, ബി റേസ്, എ റേസ്, എക്സ് റേസ് എന്നൊക്കെ പറയും. ഓക്കെ, സോ ഇതിലുള്ള അൾട്രാവയലറ്റ് ബി റേസ് കോസസ് സ്കിൻ ക്യാൻസർ. സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും. അൾട്രാവയലറ്റ് ബി റേസസ് കോസസ് സ്കിൻ ക്യാൻസർ. ആൻഡ് യു നോ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1% റിഡക്ഷൻ ഇൻ ഓസോൺ ലെയർ ക്യാൻ കോസ് 6% ഇൻക്രീസ് ഇൻ സ്കിൻ ക്യാൻസർ. എവിടെയെങ്കിലും ഒരു 1% കുറവുണ്ടെങ്കിൽ അതിലൂടെ UV ലൈറ്റ് വന്നിട്ട് നമ്മളിൽ ഒരു 6% ഇൻക്രീസ് ഇൻ സ്കിൻ ക്യാൻസറിന് കാരണമാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹെൽത്ത് ഹസാർഡ്. അൾട്രാവയലറ്റ് ബി റേസ് കോസസ് സ്കിൻ cancer. So the first impact is it causes skin cancer. And another impact of UV light on human body is that it leads to leukemia. It leads to leukemia and also breast cancer. നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ that will leads to leukemia and breast cancer. And also these ultraviolet radiations can be absorbed by കോർണിയ. നമ്മുടെ കണ്ണിലുള്ള കോർണിയ അതിനെ അബ്സോർബ് ചെയ്തിട്ട് that may leads to photokeratitis and cataract. കോർണിയ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോകെരാറ്റൈറ്റിസും കാട്രാക്ട്, ഈവൻ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടാം. സോ ദീസ് ആർ ദ ഹെൽത്ത് ഹസാർഡ്സ്. ദീസ് ഓസോൺ ലെയർ ആക്ട് ആസ് ആൻ അംബ്രല്ല ആൻഡ് that protects us from harmful radiation. If there are any holes, the UV light will enter into earth and will cause that is harmful to biotic life. The first thing is ultraviolet B rays causes skin cancer. Then it causes leukemia and breast cancer. Then it can affect the cornea and that may lead to photokeratitis and cataracts, even blindness also. Okay, so that is the first health hazards. Next impact on earth is drop in agricultural production. Agricultural production എല്ലാം കുറയും. Agricultural production, drop in agricultural production. That means if there is excess UV light, what will happen? It will reduce the agricultural crops. It will reduce the yields of agricultural crops. ക്രോപ്സിൻ്റെ ഈൽഡ് കുറയും. യു വി ലൈറ്റിൻ്റെ പ്രസൻസ് കൂടുതലാവുമ്പോൾ that will reduce the yields of agricultural crops, and so that will damage to the food productionനെ അത് ഡാമേജ് ചെയ്യുന്നത്. വേണ്ടത്ര വിളവ് നമുക്ക് കിട്ടില്ല. ഡാമേജ് ടു ഫുഡ് പ്രൊഡക്ഷൻ. Okay, then another important
adverse effect is that it will decrease the chlorophyll content. Chlorophyll contentനെ decrease ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? There occurs decrease in photosynthesis and that will leads to damage in the leaves. So these are the effect on agricultural field. That means it reduces yields of agricultural crops, then it damages food production, and it decreases chlorophyll content in the leaves, thereby decreasing photosynthesis, and that leads to damage to the leaves. And the next adverse effect of ozone depletion is that it destruction of the aquatic life. Destruction of aquatic organisms. When there is high exposure to UV radiations, that the aquatic life cannot withstand this high exposure to ultraviolet radiation, so that may lead to destruction of aquatic organisms. High exposure to UV radiations cannot be withstand by the aquatic organisms, so they will be destructed by the UV radiations. നമ്മുടെ വെള്ളത്തിൽ വളരുന്ന പല ജീവികൾക്കും ചെടികൾക്കൊക്കെ യു വി ലൈറ്റിൻ്റെ പ്രസൻസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ഡെസ്ട്രോയ് ദം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് CD. Okay, last thing is that will may change to climate changes. That may leads to climate changes. Climate changes means we already said that ozone layer is responsible for thermal balance. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഒരു തെർമൽ ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഓസോണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഓസോണിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ ആ ഡിക്കമ്പോസിഷൻ പ്രോസസ്സ് നടക്കില്ല. സോ തെർമൽ ബാലൻസ് അവിടെ വരില്ല. സോ ദാറ്റ് മേ ലീഡ്സ് ടു ക്ലൈമറ്റ് ചേഞ്ചസ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട്സ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ. ഹെൽത്ത് ഹസാർഡ്സ്, ഡ്രോപ്പ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് aquatic life, and also climate changes. We discussed about ozone layer, the formation of ozone, its important functions, and depletion of ozone, and the aftermaths of ozone layer. Now we want to study the prevention of ozone depletion. We want to protect the ozone layer by preventing the ozone depletion. എങ്ങനെ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ, അതിനെ ഇല്ലാതാക്കിയേ പറ്റൂ. ഓക്കെ, സോ എന്ത് ചെയ്താൽ മതി? One of the most important protection method is to stop the use of CFCs. CFCയുടെ യൂസസ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റ് ചെയ്യാം. സ്റ്റോപ്പ് ദ യൂസ് ഓഫ് CFC. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി എന്താ ചെയ്തത്? CFCയുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ CFC പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇതിനു വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്ഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലൊന്നും CFC അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആൾട്ടർനേറ്റ്സ് ഫോർ CFC, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ CFC. സോ വേരിയസ് റിസർച്ചസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ CFCs. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? CFC ഉണ്ടാവുകയാണെങ്കിൽ, ക്ലോറിൻ ഉണ്ടാകുമ്പോഴാണ് ഡിപ്ലീഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ റെഫ്രിജറേറ്റർ, AC അതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? CFCക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാ കൺട്രീസും നിർത്തിയിരിക്കുന്നു ക്ലോറോഫ്ലൂറോ കാർബൺസ്. ചുരുക്കം ചില ACയിലെ സ്പ്രേസിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമുക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് വി ക്യാൻ പ്രിവെൻറ്റ് അവർ ഓസോൺ അംബ്രല്ലയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ഫസ്റ്റ് തിങ് ഈസ് we need to substitute CFCs. So we want to study alternatives for റെഫ്രിജറൻസിലെ വേറെ എന്ത് ആൾട്ടർനേറ്റീവ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? അതിൽ ഒന്നാമത്തതാണ് CFC ആൾട്ടർനേറ്റീവ്സ്. CFCക്ക് പകരക്കാരെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ HFCs എന്ന് പറയും.
CFC അല്ല, എന്താണ് HF3 ഹൈഡ്രോ. മറ്റേത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആയിരുന്നു, ഇവിടെ എന്താണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. സോ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ദേ ഹാവ് സീറോ ഓസോൺ ഡിപ്ലീഷൻ പവർ. ഡിപ്ലീറ്റിംഗ് പവർ എന്നാണ് ഇതിന് പറയുക, DP. അപ്പോൾ സീറോ ഡിപ്ലീറ്റിംഗ് പവറാണ്, അവരൊരിക്കലും ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ CFCക്ക് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ HFCs യൂസ് ചെയ്യുകയാണെങ്കിൽ സീറോ ഡിപ്ലീഷൻ പവറാണ്, അതൊരിക്കലും ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യില്ല. ആൻ എക്സാമ്പിൾ ഈസ് എ മിക്സ്ചർ ഓഫ് CH2F2 ആൻഡ് CHF2CF3. ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ചറിനെ ദാറ്റ് കം അണ്ടർ ദ ബ്രാൻഡ് നെയിം R410A എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ CFCക്ക് പകരം നമ്മൾ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് R410A. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് CH2F2 CHF2CF3. അപ്പോൾ നോക്കൂ കുട്ടികളെ, ഇതിൽ ക്ലോറിൻ ഉണ്ടോ? ഇല്ല അല്ലേ. ക്ലോറിൻ ഉണ്ടെങ്കിലാണ് ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവുക, അത് ഓസോണിനെ പോയി ഡിസ്ട്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്താ വെച്ചാൽ സീറോ ഡിപ്ലീറ്റിംഗ് പവർ ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ it has high effect on global warming. ഗ്ലോബൽ വാർമിങ്ങിനെ നമ്മൾ GW എന്നാ പറയുക. ഗ്ലോബൽ വാർമിംഗ് പവർ വളരെ കൂടുതലാണ്. ഗ്ലോബൽ വാർമിംഗ് പവർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ പുള്ളിക്കാരനെ അപേക്ഷിച്ചിട്ട് എത്രയോ കൂടുതൽ സ്ട്രോങ് ആണ് ആര്? HFC. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു CFCക്ക് നല്ലൊരു ആൾട്ടർനേറ്റീവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓക്സോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇയാൾ എന്തുണ്ടാക്കുന്നുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ആൾട്ടർനേറ്റീവ് അല്ല ആര്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാണ് ഈ HFCs. അപ്പോൾ നമുക്ക് ഇതും അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ആൾട്ടർനേറ്റീവ്സ് ഫോർ റെഫ്രിജറന്റ് CFC alternatives, hydro fluoro carbons. Okay, so we discussed about hydrofluorocarbons. So what will happen in the case of hydrofluorocarbons, like these things, they have zero ozone depleting power, but they have high global warming potential. So we need a search of alternative refrigerants with very low ozone depleting power, P ആണ് കേട്ടോ, ഓസോൺ ഡിപ്ലേറ്റിംഗ് പവർ ആൻഡ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെയാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എമംഗ് ദം ആർ അമോണിയ. അമോണിയ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. അതിന് ഈ റെഫ്രിജറൻറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്, but it have zero ozone depleting power and zero global warming potential. So it's a good alternative for refrigerants, ammonia. Okay, that come under the name R744 എന്നുള്ള നെയിമിലാണ് അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് റെഫ്രിജറൻ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടാവുക കേട്ടോ. ദാറ്റ് ഈസ് കം അണ്ടർ ദ നെയിം അമോണിയ. ബട്ട് ഇറ്റ് ഹാവ് സം ഡ്രോബാക്ക്. ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ദാറ്റ് കോസസ് ടോക്സിക് ആണ് അല്ലേ. അമോണിയ ഒരു ടോക്സിക് ആണ്. അതിൻ്റെ സ്മെല്ല് നമുക്ക് അൺബിയറബിൾ ആണ്. ഓക്കെ, പക്ഷേ റെഫ്രിജറേറ്ററിലൊക്കെ സീൽ ചെയ്തിട്ടാണ്, നമ്മൾ ടാങ്കിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഇനി അഥവാ ലീക്കേജ് വരുമ്പോഴാണ് പ്രശ്നം. പക്ഷേ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ആൾട്ടറൻ്റ് ആണ് അമോണിയ. ഇറ്റ്സ് എ ഗുഡ് ആൾട്ടറൻ്റ് ഫോർ CFCs having zero ozone depleting power and zero global warming potential. Okay, and another alternative for refrigerants is കാർബൺ ഡൈ ഓക്സൈഡ്. അത് നല്ലൊരു ആൾട്ടർനേറ്റീവാണ്. അതിന് സീറോ ഓസോൺ ഡിപ്ലീറ്റിംഗ് പവറാണ്, ബട്ട് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമുണ്ട്. അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 GWP ആണ് കേട്ടോ. ഇവിടെ ടീച്ചർ പറഞ്ഞില്ലേ ഇതിന് ഓസോൺ ഡിപ്ലീറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഈ R410 എബൌട്ട് 1410 GWP ഉണ്ടെന്നാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ഭയാനകമാണ് ഇതുണ്ടാക്കുന്ന ഗ്ലോബൽ വാർമിംഗ് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു ആൾട്ടർനേറ്റീവാണ്, കാരണം ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കില്ല, പക്ഷേ എന്തുണ്ടാക്കുന്നുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാവുന്നുണ്ട്. പിന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ഹയർ പ്രഷറിലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. CFC അപേക്ഷിച്ചിട്ട് ഹയർ പ്രഷർ വേണം. ഓക്കെ, അപ്പോൾ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഫൈ ചെയ്യാൻ ഹയർ പ്രഷർ വേണമല്ലോ. അപ്പോൾ നമ്മുടെ കമ്പോണൻസ്, നമ്മുടെ സിസ്റ്റം, ആ കംപ്രസറൊക്കെ മാറ്റി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
Again, more than ammonia and carbon dioxide, there are other things that is also used as alternatives for chlorofluorocarbons, and they are hydrocarbons. Hydrocarbonsum widely use ചെയ്യുന്നുണ്ട്. Okay, for example, ethane, propane, butane, ഇതിൻ്റെ എല്ലാം മിക്സ്ചർ that is used in refrigerants. The important thing is that they have zero ozone depleting power and a global warming power of about 8. സോ ഇതും ഒരു നല്ല ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താ പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, ട്രോപ്പോസ്ഫിയറിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ദേ ആർ ഹൈലി ഇൻഫ്ലെയിമബിളും ആണ് അല്ലേ. നമ്മൾ ഗ്യാസ് LPG ഗ്യാസ് പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ കോമ്പിനേഷൻ അല്ല, അപ്പോൾ എന്ത് ചെയ്യും, ഇൻഫ്ലെയിമബിളും ആണ്. സോ ബട്ട് വെൻ കമ്പയർഡ് ടു ക്ലോറോഫ്ലൂറോകാർബൺസ് ദേ ആർ മോർ സേഫർ ദാൻ, that is safer one is hydrocarbons. So the different alternatives are, ഫസ്റ്റ് നമ്മൾ പഠിച്ച CFCയേക്കാൾ ഹൈഡ്രോഫ്ലൂറോകാർബൺസ്. പക്ഷേ ഹൈഡ്രോഫ്ലൂറോകാർബൺസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത്, ഹൈ ഓസോൺ ഗ്ലോബൽ വാർമിംഗ് പവർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വേറെ ആൾക്കാരെ ചിന്തിച്ചു. അവിടെ നിന്നാണ് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺസ് കിട്ടിയത്. സോ മറ്റേ ക്ലോറോഫ്ലൂറോകാർബൺസിനെ അപേക്ഷിച്ച് ദീസ് ആർ ഹൈലി സേഫ്.